എല്ലാവർക്കും ഹൈ ജമ്പും ലോങ് ജമ്പൊക്കെ കിട്ടുന്നവരോ എനിക്ക് കിട്ടലേ ഇല്ല. കുറേ ട്രൈ ചെയ്ത് കിട്ടുന്നില്ല. അവസാനം ഒരു രക്ഷയില്ലായിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള നമ്മുടെ അർജുനെയാണ്. അർജുൻ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. കൺഗ്രാറ്റ്സ് അർജുൻ. അർജുൻ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? കഞ്ചിക്കോട് എന്ന സ്ഥലത്ത് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അതുപോലെ എന്താണ് നമ്മുടെ ഇവിടുത്തെ വർക്കൗട്ട് ഷെഡ്യൂൾ? പാസ്സായിട്ട് പോകുമ്പോൾ നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കുന്നത് നിങ്ങൾ ഇത്രയും കാലം ഇവിടെ വർക്കൗട്ട് ചെയ്തതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ്, ഒരു സക്സസിൻ്റെ ഒരു ഫീഡ്ബാക്ക് തന്നെയാണ്. അപ്പോൾ എന്താണെന്നുള്ളതൊന്ന് പറയാം. ഞാൻ എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് വഴിയാണ്. ശ്രീലാൽ, രതീഷ് ഇവർ രണ്ടാളും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ അറിയുന്നത് ഇവിടുത്തെ കാര്യം. അങ്ങനെ പിന്നെ യൂട്യൂബൊക്കെ കണ്ട് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. ഇവിടെ ഞാൻ നാട്ടിൽ 3-4 ഗ്രൗണ്ടിലോളം പോയിട്ട് ചെയ്യുന്നതിന്. എന്നിട്ട് എല്ലാവർക്കും ഹൈ ജമ്പും ലോങ് ജമ്പൊക്കെ കിട്ടുന്നവരോ എനിക്ക് കിട്ടലേ ഇല്ല. കുറേ ട്രൈ ചെയ്ത് കിട്ടുന്നില്ല. അവസാനം ഒരു രക്ഷയില്ലായിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഇവിടെ കയറി എന്തുകൊണ്ടും നന്നായതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്ക് ഹൈ ജമ്പും ഇല്ലാനും ലോങ് ജമ്പും ഇല്ലാനും ഇവിടെ വന്നതോടുകൂടി ഹൈ ജമ്പ് കിട്ടി, ലോങ് ജമ്പ് കിട്ടി. എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഹൈ ജമ്പ് സെറ്റാക്കാനായി. സാറ് സെറ്റായി തന്ന്. അങ്ങനെ എനിക്ക് ഞാൻ പോയ ഒറ്റ ഫിസിക്കലിനും ഞാൻ ഹൈ ജമ്പ് പൊട്ടിയില്ല. എല്ലാത്തിലും പാസ്സായി. ഹൈ ജമ്പ് പൊട്ടിയില്ല, ലോങ് ജമ്പ് പൊട്ടിയില്ല. ഇവിടെ വന്നതിന് ശേഷം ഒരാഴ്ച കൊണ്ട് എനിക്ക് ഹൈ ജമ്പ് സെറ്റായി, ലോങ് ജമ്പ് സെറ്റായി. 3 ഫിസിക്കലിന് പോയി. 3 എനിക്ക് 2 ഐറ്റം കിട്ടി. ഞാൻ 1 എനിക്ക് കിട്ടുന്ന ഒരു ഐറ്റം കൊളാക്കി എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇവിടെ എന്താണോ വേണ്ടത് അത് സെറ്റായി തരും സാർ. ഓക്കെ, എന്തായാലും അർജുൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ ബെല്ലി ജമ്പിൻ്റെ അവിടേക്കാണ് വരുന്നത്. അപ്പോൾ ബെല്ലി ജമ്പാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞിട്ടാണ് വരുന്നിരിക്കുന്നത്. ബെല്ലി ജമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഞാൻ എന്ത് ജമ്പാണ് നിനക്ക്, ബെല്ലി ജമ്പാണോ അതോ സിസറാണോ എന്ന് പഠിപ്പിച്ചതെന്ന് പറയണം. സാറ് ബെല്ല് വേണ്ടവർക്ക് ബെല്ലി അടിക്കൂ, സിസർ വേണ്ടവർക്ക് സിസർ അടിക്കും. ഞാൻ ഇവിടെ 2 ചാടി നോക്കി. സാറ് എന്നോട് പറഞ്ഞു ഇനി ബെല്ലി ഇനി ചാടണ്ട, സിസറ് ചാടിയാൽ മതി. അങ്ങനെ സിസറ് എന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. സിസറ് പിന്നെ റെഡിയായി. എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് സിസറ് റെഡിയായി. പിന്നെ ഞാൻ സിസറ് എന്നെ കണ്ടിന്യൂ ചെയ്ത് എനിക്ക് സിസറ് സെറ്റാകുകയും ചെയ്ത് എനിക്ക് പാസ്സാകാനായി. അർജുന് ഓരോ ജമ്പും അല്ലെങ്കിൽ ഓരോ കിട്ടാണ്ടിരുന്നാൽ എനിക്ക് ടെൻഷനാണ്. കാരണം അർജുൻ്റെ അച്ഛൻ ഡെയിലി എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ വർക്കൗട്ട് ഷെഡ്യൂളിൻ്റെ ഒരു ഹെവി ചെയ്യുമ്പോൾ പിറ്റേ ദിവസം ചിലപ്പോൾ ഹൈ ജമ്പ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാകും. അച്ഛൻ മെല്ലെ വിളിച്ചിട്ട് പറയും എന്താണെന്ന് മോനെ കിട്ടിയില്ലല്ലോ, എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഒരു അച്ഛൻ്റെ ഒരു ഇതാണ്, എന്താ പറയുക, അവർക്ക് ഇവിടെ ഇത്രയും ദൂരം വരികയല്ലേ. അപ്പോൾ അതിനെന്തായാലും എനിക്ക് സെറ്റാക്കാൻ പറ്റി. അച്ഛനും എന്താ പറയുക ഒരു ഹായ്. എന്തായാലും വീട്ടുകാർക്കൊക്കെ സന്തോഷമായില്ലേ? സന്തോഷമായി. ഓക്കെ, ഒരിക്കൽ കൂടി താങ്ക് യു അർജുൻ.